എന്താ എന്റെ ഉദ്ദേശം? ഇവിടെ എങ്ങനെ ഇരുന്നാ എന്തെങ്കിലും നടക്കോ? അതിന് ഞാൻ നോക്കാത്തോണ്ടല്ലോ. കാര്യങ്ങളൊക്കെ നോക്കണേ ഞാനാണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓൻ്റെ വ്ളോഗാണത്, പ്ലാനിങ് ആണ്. എൻ്റെ കണ്ണാട്ട് കണ്ടിട്ട് എന്തോ കണ്ണട്ടന്മാരെ. നമ്മളിന്ന് അഭിനയിക്കാനായിട്ട് നമ്മളെ ലുക്ക അഭിനയിക്കാനല്ല, ജീവിച്ച് കാണിക്കരുത്. ഇത് നമ്മളെ ക്യാരക്ടർ ലുക്ക. എല്ലാവരും പറയുന്നത് എന്താ നിങ്ങള് ഫേസ്ബുക്കിൽ എന്താ നിങ്ങൾ ഇതിൽ വരുന്ന കമന്റ് എന്തൊക്കെയാണ് ഇതുവരെ വരുന്നേ? ഒരു വീഡിയോ എടുക്കണ അപാരത ഇതൊക്കെ. കണ്ണ് ക്ലീൻ ആണ് സാധനം. ആണ് കണ്ണത് ചിന്തട്ടോ അതെയോ? അത് ചിന്തയതാ. ഒന്ന് തുറക്ക് മേപ്പട്ടോ വെച്ച് ഇങ്ങോട്ട് ഇരിക്കല്ല. നോക്കത് കണ്ണേക്കാക്കാൻ ചില സിമ്പിൾ. എന്തിനാ എന്ത് പേടിച്ച് ചെയ്യണ? ഇനി കണ്ണ് തുറക്കല കേട്ടോ. ലൊക്കേഷൻ റെഡിയാണോ ലുക്ക? ലുക്ക ഒന്ന് റെഫറൻസ് വെക്കാനാണ്. ഈ സെയിം അവരവിടുന്ന് പറയും എന്താ പ്രശ്നം ചോദിച്ചുമ്പോ നിങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങള് കാണാണ്. നിങ്ങൾ ഇറങ്ങി വന്നാണ്ട് ഓൻ ചോദിച്ചു എന്താ ഇവിടെ പ്രശ്നം, ഇന്ന് താണല്ലോ ഇവിടെ കേൾക്കണെന്നോ പറഞ്ഞു. അപ്പൊ നിങ്ങൾ പറയാം ഞാൻ പറയുന്ന കാര്യം ഇല്ലെങ്കിൽ പറയും. ഇങ്ങനെ വെച്ചാൽ ഇതിന്റെ അർത്ഥം എന്താ വെച്ചാൽ നിങ്ങൾ നേരത്തിനോട് പറഞ്ഞല്ലോ ഇവിടെ ഉളുപ്പില്ല നിന്നാണ് എനിക്ക് ഇവിടെ നിന്ന്. അതിനർത്ഥം ഉദ്ദേശിക്കുന്നത് എന്താ ഓന്റെ ഉദ്ദേശം? എന്താ ഞാൻ പറയുന്നത് ഞാനാ എന്താ വെച്ചാല് ഒറ്റ ഷോട്ടില്ല, ഇത് ഒറ്റ ഷോട്ടിലൊക്കെ ഇല്ലെങ്കിൽ രണ്ട് ഷോട്ടിലൊക്കെ. ഞാൻ പറയുന്നതിൽ കാര്യമില്ലെങ്കിൽ പറയും എന്താ അവന്റെ ഉദ്ദേശം. ഓക്കെ, എന്നിട്ട് പിന്നെ പറയാണ്ട് എവിടെയും പോയി രക്ഷപ്പെടാന്നല്ലാതെ ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതി. അത് പിന്നത്തെ ഡയലോഗ് വെക്കാം. ആദ്യത്തെ ഇതിൽ നമുക്ക് ഇതാ വേണ്ട. ഓക്കെ, ഒന്ന് പറഞ്ഞ എന്താണ് ഞാൻ പറഞ്ഞു. അയ്യോ ഇവിടെ നമ്മള് എൻ്റെ വീഡിയോ ഷൂട്ടിൻ്റെ റീൽ ഷൂട്ട് ഉണ്ട്. എൻ്റെ വാപ്പാരാണെങ്കിൽ ഞാൻ ഏതാ അഭിനയല്ലേ മൂപ്പര അഭിനയ സിംഹമല്ലേ. ക്യാമിയോ എന്നും ക്യാമിയോ ആണ്. ഇന്ന് ക്യാമിയോട് മാത്രമേ ഉള്ളൂ. വേറെ എന്ത് കൊടുക്കേ? നമുക്കൊരു ഫൈറ്റ് സാധനം വരാണ്. അടുത്ത വീഡിയോ കണ്ടാ ഫോൺ പോലെ ചിത്രക്കടെ എവിടെടാ റംബൂട്ടാ കഴിഞ്ഞോ? ഓൾറെഡി വലിയ റെഡിയാക്കാം. ഇല്ലല്ല ഇത് ഓക്കെയാണ്. ഇല്ലല്ല ഇത് റെഡിയാ, ഇത് റെഡിയാ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രത്യേകത കിട്ടുമോ? നിങ്ങൾ ഇങ്ങനൊക്കെ ഒരു നേരം നേരത്തെ തോന്നുന്നു. കടലാണ് കടലാണ് ഓട് പോയാലോ ഓന്റെ കാര്യങ്ങൾ ഓന് വേണ്ടിയിട്ടാണ് ഞാനറിയാം. ഞാൻ അവിടെ നിൽക്കാം. ഞാൻ അവിടെ നിൽക്കാം. തെങ്ങ് നോക്കിയാണ്. ഓട് പോയാലോ ഓന്റെ കാര്യങ്ങളൊക്കെ നോക്കണേ ഞാനാണ്. ഓരോ രക്ഷപ്പെടാൻ വേണ്ടിയാണ്. സോറി ഒരു പണിയില്ലല്ലോ. ലേശം ആണിക്ക് പോകണം. 5 6
അത്ര സ്പേസ് കൊടുക്കണ്ട. ഓള് പോയാലേ ഓന്റെ കാര്യം അവരത് തിരിച്ച് 2 സെക്കൻഡ് എടുത്തിട്ട് വന്നത് പൊക്കണിയാണ്. ഓന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ആ പറയുന്ന പേര് ഇതൊരു ഇമോഷണലായ പച്ചണി ഇമോഷൻ ആയിക്കോട്ടെ. ഒരു ക്യാമറാമാൻ്റെ രോദനം. റെഡിയാക്കാം? 1 2 3 സ്റ്റാർട്ട്. റെഡിയാക്കാം? ഓക്കെയാണോ? ഇത്ര തല്ലാൻ പോവാ. 1 2 3 സ്റ്റാർട്ട്. അത് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ട് ഞാൻ ഇനി നോക്കിയാൽ ഞാൻ എൻ്റെതാണ്. എനിക്ക് എക്സ്ട്രാ ഒന്ന് തരാൻ കഴിയുമോ? നമുക്ക് ഇന്നെന്താ വെച്ചാൽ ഇതിൽ എന്ന് പറയുന്നത് ഇപ്പം ഇത് മൂപ്പരിക്കിന് റീപ്ലോ കൊടുക്കണത് അതൊന്ന് ഈസിയാക്കണ്ടാൽ ശരിയാക്കുക. ഇതാണ് നിങ്ങളത് അല്ലെങ്കിൽ അനന്ത് ഇതാണ് നിങ്ങളെ പ്രശ്നം അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് ശരിയാക്കാം. അതായത് എന്തെങ്കിലും സാധനം വരും മൂപ്പര് അതാണ് ഇജെന്തല്ലോ ഇവിടുത്തെ പ്രശ്നം അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പം ഈ പരിഹാരമായിട്ട് ഇത് വരികയാണ്. പിന്നൊരു പരിഹാരം വരുന്നത്. അപ്പോൾ പരിഹാരം തരാം. ഈ പരിഹാരത്തിന് മുന്നൊരു സാധനം വെക്കുന്നത് അതിന് ഞാൻ കൊടുത്ത സാധനമാണ്. ഇനി ഈ +2 കഴിഞ്ഞിക്കല്ലേ ഇന്ന് അവന് പറ്റിയൊരു കോഴ്സ് ഉണ്ട്. അജയ് പാട്ടുണ്ടോ? അജയോ പാട്ടില്ലേ? പാട്ടില്ലേ? ആ പാട്ടില്ല അജിന്റെ അവിടെ പോവാ. അതെ അതെ. ഓള് പോയാലേ എന്റെ കാര്യങ്ങളൊക്കെ നോക്കണേ. ആര് പറഞ്ഞു? ഓള് പോയാലേ Ready 1 2 3 start. ഓള് പോയാലേ ഓന്റെ കാര്യങ്ങളൊക്കെ നോക്കണേ. ഓന് വേണ്ടിയിട്ടാണ് ഞാൻ സെലക്ട് ചെയ്യാൻ പണിയാവും. നീ ചായല്ലേ? എനിക്കിന്നൊരു സാധനം വേണം കേട്ടോ. സാധനം തരുമോ? ഫ്ലക്സോ? Ready 1 2 3 start. തിരുനാളുകൾ എത്ത് പറഞ്ഞ് രസിച്ച് സർവത്ത് പറഞ്ഞ് രസിച്ച് നാരി പുതുനാരി നാണം കൊണ്ട് കുണുങ്ങി. ഗൈസ് ആകെ കണ്ണ് കണ്ടില്ലേ? എനിക്കൊരു കാര്യം പറയാം. നമ്മൾ ഗൈസ് ഇത് കാണുന്നോല് ഇനിയിപ്പോൾ എത്ര ആൾ കാണാമെന്ന് എനിക്കറിയില്ല. ഈ ഒരു വീഡിയോൻ്റെ ബിഹൈൻഡ് ദ സീനൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഇന്ന് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് മനസ്സുകൊണ്ടൊരു വിഷമമായി. ഈ 2-3 വട്ടം ഗ്ലിസറിൻ കണ്ണുക്കുറ്റിച്ചപ്പോൾ ഓൻ്റെ ഒരു ഇടങ്ങേറി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ കറക്റ്റ് കണ്ട് മനസ്സിലാക്കി. ഞാൻ ഇന്നേ വരെ ആ സാധനം യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ ആലോചിച്ച് നോക്കി ഇത്രയൊക്കെ എഫേർട്ട് ഇട്ടിട്ടും അല്ലേ നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ ആ ഒരു ഇടങ്ങേറ് മനസ്സിലുണ്ട്. ഇൻഷാല്ലാ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങളെല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യും തന്നെയാണ് നമ്മൾ വിചാരിക്കണേ. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയിൽ വെച്ച് കാണാം. അപ്പോൾ ബാക്കി അച്ഛൻ പറയും. നമ്മളെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടില്ല വീഡിയോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണാൻ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇതുപോലെ എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള കണ്ടന്റ്സ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ ബൈ.